നമ്മൾ വാവിന് പിതൃക്കൾക്ക് പിണ്ടം കൂട്ടാറുണ്ട്. കൗള മലബാര ശാക്തേയ പാരമ്പര്യമുള്ളവരെ സംബന്ധിച്ച് വീര സമ്പ്രദായത്തിലാണ് പിതൃക്കൾക്ക് ബലി കൂട്ടുന്നത്. കാരണം നമ്മളെ പിതൃക്കളെല്ലാം തന്നെ നല്ല വീരന്മാരായ ശാക്തേയ മലബാര സംബന്ധിയായിട്ടുള്ള കൗള പദ്ധതിയൊക്കെ കൈകാര്യം ചെയ്തതാണ്. വൈദിക പാരമ്പര്യത്തിൽ ബലിക്രിയകൾ പറയുമ്പോൾ അവിടെ പിതൃക്കൾ കൂട്ടാൻ വേണ്ടി പറയുന്നത് മധ്യമത്സ്യ മാംസാദികൾ തന്നെയാണ്. ദ്വിജകാര്യാർത്ഥം പിതൃകാര്യാർത്ഥം സാധാരണ ബലിതർപ്പണം ചെയ്യുമ്പോൾ തുളസിയുടെ ഇല, ചെറുള, വെളുത്ത പുഷ്പങ്ങളൊക്കെയാണ്. ഇവിടെ കൗള സമ്പ്രദായത്തിലാണ് ചെമ്പരത്തിക്കും ചുവന്ന പുഷ്പങ്ങൾക്കുമാണ് പ്രാധാന്യം. പിന്നെ ഇതില് അടുത്തതുള്ളത് മാംസമാണ്. കുഴുന്നുമണിയോളം മാംസം വളരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത പച്ച മാംസമാണ് ഇരിക്കുന്നത്. ഇത് വെള്ളം പരസ്പരം അങ്ങോട്ടും പകർന്നു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് 3 വട്ടം ചുറ്റും മാംസം എടുത്തു, അതിൽ ചേർത്തു. പിതൃക്കളെ സങ്കല്പിച്ചിട്ട് അവർക്കും 5 പിണ്ടായിട്ടും വെക്കാം. വൃത്തം വരച്ച് മദ്യത്തിന്റെ മുകളിലും കൈയൊന്നും വെച്ചു അതിനോട് യമഭഗവാനോടും ഒക്കെ ഈ ഒരു പിണ്ടങ്ങളെ കുലദൈവങ്ങൾക്കും വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ പുറത്തേക്ക് നടക്കുക. പുറത്തേക്ക് നടന്നു പോയിട്ട് നമ്മൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഇത് നേരെ എന്ത് ചെയ്യുക, പുറകോട്ടിട്ട്. ഈ പുറത്താണെങ്കിൽ നമ്മൾ നേരെ ഇതേ വിഭവങ്ങളുണ്ട്. കൂടാതെ മുട്ടയുണ്ട്, മീനുണ്ട്, പിന്നെ ഈ മാംസം, അട. ഒരു കാരണവന്മാരെ, കുലദേവതയെ, പരദേവതയെ എല്ലാവരും കാത്തു രക്ഷിക്കണേ. ഒരു കാരണവന്മാരെ, പ്രേതങ്ങളെ എന്നൊക്കെ നന്നായി